ഫൈനലി എൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഇത്. ശിവരാത്രി ടെമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ആദ്യം ഞാൻ എൻ്റെ ആക്മിസ്റ്റിൻ്റെ മോയ്സ്ചറൈസറാണ് ഇടുന്നത്. ഇതെനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്ത കേട്ടോ, എൻ്റെ ഡെർമറ്റോളജിസ്റ്റ്. കാരണം എനിക്ക് ഭയങ്കര ആക്നെ ഇഷ്യൂസ് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു മോയ്സ്ചറൈസറാണിത്. സെയിം ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്ത ഒരു സൺസ്ക്രീനാണ് അടുത്ത് യൂസ് ചെയ്യുന്നത്. ഇതും ആക്നി നല്ലപോലെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുന്നേ വന്ന് ഞാൻ കുത്തി പൊട്ടിച്ച കുറേ സ്കാർസ് ബാക്കിയുണ്ട്. അത് മാറുന്നവരെ എനിക്കിനി കുറച്ച് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. അപ്പോൾ ഞാൻ നെക്കിലും ഫേസിലും നല്ലപോലെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് മാക്കിൻ്റെ ഒരു സീറം, ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സീറമാണ് കേട്ടോ. ഇത് നല്ലൊരു ഗ്ലോ തരുന്നൊരു സീറമാണ്. ഫേസ് നല്ല ഹൈഡ്രേറ്റ് ആയി പ്ലംപി ആയി വെക്കുന്ന ഒരു സീറമാണ് ഇത്. ഞാൻ ഹെവി മേക്കപ്പ് ഇടുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ബട്ട് ഇന്ന് ഇട്ടു. ഇന്ന് അത്ര ഹെവി അല്ല, ടെമ്പിൾ ലുക്കാണ്. ബട്ട് എന്നാലും ഇടണം തോന്നി, അപ്പോൾ അത് അപ്ലൈ ചെയ്തു. അപ്പോൾ സ്കിന്നത് അബ്സോർബ് ചെയ്യുന്ന പോലെ നല്ലപോലെ മസാജ് ചെയ്ത് അത് സ്കിന്നിൽ അബ്സോർബ് ചെയ്യിപ്പിക്കുക ഫസ്റ്റ്. എന്നിട്ട് മാത്രം മെയിൻ പ്രോഡക്ട്സ് ഇടാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഹുദ ബ്യൂട്ടിയുടെ കൺസീലർ. ബിക്കോസ് എനിക്ക് കുറേ ആക്നെ സ്കാർസ് ഉണ്ട്, അതുകൊണ്ട് കൺസീലറാണ് മെയിൻ. കാരണം ഞാൻ ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ലെങ്കിലും കൺസീലർ എനിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജാണ് ഇപ്പോൾ. കുറച്ച് ഫ്യൂ വീക്സ് ആയിട്ട് മുഖത്ത് ഭയങ്കര സീനാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഹുദ ബ്യൂട്ടിയുടെ നല്ല കൺസീലറാണ് കേട്ടോ. ഒരു 90% കവറേജ് കിട്ടും. അത് എന്താണെന്ന് വെച്ചാൽ ഫുൾ കവറേജ് ഇല്ല, പക്ഷേ എനിക്കൊരു നാച്ചുറൽ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു 90% മോർ ദാൻ എനഫാണ്. പിന്നെ ബ്രഷ് ഒന്നും ഉപയോഗിക്കില്ല. എനിക്ക് ഡിപ്പെൻസ് ഓൺ ദ മൂഡാണ് കേട്ടോ. ചിലപ്പോൾ കൈ കൊണ്ട് സ്മഡ്ജ് ചെയ്യും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ബ്രഷ് എടുക്കും. ഇപ്പം എനിക്ക് ആ സമയത്ത് കൈ കൊണ്ട് അപ്ലൈ ചെയ്യാൻ തന്നെ തോന്നി. കാരണം കൈ കൊണ്ട് എടുക്കുമ്പോൾ പ്രോഡക്റ്റ് ഒട്ടും വേസ്റ്റ് ആവില്ല. നല്ലപോലെ അത് നമ്മുടെ സ്കിന്നിൽ ഒരു അബ്സോർബ് ചെയ്ത് എനിക്കൊരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ എപ്പോഴും ഇതാണ് ബെറ്ററായിട്ട് തോന്നിയത്. പിന്നെ ഞാൻ കണ്ടുപിടിച്ചൊരു ഹാക്കാണ്, എനിക്കൊന്ന് എല്ലാവരും അറിയുമായിരിക്കും. ഇത് നമ്മുടെ സെറ്റിംഗ് സ്പ്രേ എടുത്തിട്ട് ബ്രഷിലൊന്ന് സ്പ്രേ ചെയ്തിട്ട് പിന്നെ നമ്മുടെ കൺസീലറോ ഫൗണ്ടേഷനോ നമ്മുടെ മുഖത്തൊന്ന് അപ്ലൈ ചെയ്താൽ കുറച്ചുകൂടി അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. കാരണം ഞാൻ പെട്ടെന്ന് ഈ വെതറിന് നല്ലപോലെ വേർക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഏറ്റവും നല്ല ഒരു ടിപ്പ്. സെയിം സാധനം തന്നെയാണ് ഞാൻ ഫൗണ്ടേഷൻ്റെ അടുത്തും ചെയ്യുന്നത്. മാക്കിൻ്റെ ഫൗണ്ടേഷനാണ് ഇത്. ഞാൻ കുറച്ച് അപ്ലൈ ചെയ്യുന്നില്ലൂ, ഞാൻ കുറച്ച് കയ്യിലെടുത്തിട്ട് കയ്യിൽ നിന്ന് തന്നെ അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് മുഖത്തേക്ക് ഇടുന്നത്. ഡയറക്റ്റ് അപ്ലൈ ചെയ്യാറില്ല. എന്നിട്ട് ആ വിരലിലത് ഒന്ന് എന്താ പറയുക, ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അത് സെയിം സ്റ്റെപ്പാണ്. ബ്രഷ് കൊണ്ട് സെറ്റിംഗ് സ്പ്രേ അടിക്കുക, എന്നിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി അതൊരു കേക്കി ആവാതെ നാച്ചുറലായിട്ടും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടും ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റ് സെറ്റിംഗ് സ്പ്രേ ഇടണം എന്നില്ല ഇങ്ങനത്തെ ഒരു സ്റ്റേജ് ചെയ്യുവാണെങ്കിൽ. സോ ഇതൊരു നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇതെനിക്ക് ഏതോ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയതാണെന്ന് തോന്നുന്നു. ബട്ട് ഞാൻ അതിന് ശേഷം എപ്പോഴും ഞാൻ ബ്രഷ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാനിത് ഫോളോ ചെയ്യുന്നൊരു സംഭവമാണ്. പിന്നെ എനിക്ക് ഇപ്പോഴും നിങ്ങൾക്ക് സ്കാർസ് അവിടെ കാണാം, ബട്ട് ഒരു ഫെയ്ഡായ പോലെ. എനിക്ക് അത്ര മതി. എനിക്കങ്ങനെ കേക്കി ലുക്ക് എനിക്ക് വലിയ ഇഷ്ടമല്ല, ഒരു ഫുൾ കവറേജ് വേണ്ട. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് പാർട്ട് തന്നെയാണ് ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത്. എനിക്ക് ഐബ്രോ പെൻസിലെടുത്തിട്ട് വരയ്ക്കാൻ അറിയില്ല. ഞാൻ കുറേ കാലം ശ്രമിച്ചു നോക്കി, പറ്റിയില്ല. പക്ഷേ ഈ ഫില്ലർ എന്ന് പറയുന്ന ഈ സംഭവം ഇതൊരു പൗഡർ പോലത്തെ സാധനമാണ്. ഇത് വെച്ച് നല്ലൊരു ഫിനിഷ് കിട്ടാറുണ്ട് എനിക്ക്. ആക്ച്വലി അധികം എനിക്ക് പണിയെടുക്കാൻ അറിയില്ല. ഇത് കുറച്ചൊരു ട്രിക്കി സാധനമാണ്. കാരണം ഓവറായി പോയാൽ നല്ല പണി കിട്ടും. അതുകൊണ്ട് ആ നാച്ചുറൽ ഫിനിഷ് കൊടുക്കണം. അധികം ഓവർ അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഐ ഷാഡോ ഷെയ്ഡ്, ഞാൻ എപ്പോഴും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഡിപ്പെൻസ് ഓൺ ദി ഒക്കേഷൻ ഷിമ്മർ വേണോ വേണ്ടയോ തീരുമാനിക്കും. ഇപ്പോൾ ടെമ്പിൾ ആയതുകൊണ്ട് കുറച്ചൊരു ഷിമ്മർ ഞാൻ അതും കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ഷിമ്മർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു ബ്രൗൺ ഷെയ്ഡ്, അതെൻ്റെ ഫേവറേറ്റാണ്, ഞാൻ എപ്പോഴും ഇടുന്നത്. പിന്നെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് ബ്ലഷ്. എനിക്ക് നല്ല ചബ്ബി ചീക്സ് ആയതുകൊണ്ട് എനിക്ക് ബ്ലഷ് ചീക്കിലിടുമ്പോൾ നല്ല ചോട്ടാ ഭീമിൽ ചുട്ക്കീനെ പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കോൺടൂർ ഒഴിവാക്കിയിട്ട് ഞാൻ ബ്ലഷിനെ ആ ഒരു കോൺടൂറായിട്ടൊരു സൈഡിൽ മാത്രം, ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാതെ ജസ്റ്റ് ആ ഇപ്പോൾ ഞാൻ ഇതിൽ അപ്ലൈ ചെയ്യുന്ന പോലെ സൈഡിൽ മാത്രം അപ്ലൈ ചെയ്യും. ഫ്രണ്ടിലേക്ക് അധികം ഇടുമ്പോൾ എന്താ വെച്ചാൽ ഫേസ് ഭയങ്കര ഫാറ്റ് കൂടിയ പോലെ ഉണ്ടാവും. അതെനിക്ക് തോന്നുന്നു ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ ചബ്ബി ചീക്സ് ഉള്ളവർക്കൊരു പ്രശ്നമാണ്. മാക്സിമം ബ്ലഷിനെ നമ്മൾ സൈഡിൽ നിന്ന് അപ്ലൈ ചെയ്യുക, അത് ഫ്രണ്ടിലേക്ക് അപ്ലൈ ചെയ്യാണ്ട് ആ ഒരു സൈഡ് ഏരിയ. അപ്പോൾ ആ ഒരു കോൺടൂർ ചെയ്തിട്ട് മുഖത്തിൻ്റെ ഒരു ഷേപ്പ് ഒരു ഡിഫൈൻ ചെയ്ത പോലെ ഉണ്ടാവും. ആക്ച്വലി അതൊരു നല്ല ടിപ്പാണ്. പിന്നെ ഞാൻ നോസിൻ്റെ ടിപ്പിലും കുറച്ച് ഒരു പൊടിക്ക് ഇത് അപ്ലൈ ചെയ്യും, ആ ഒരു നാച്ചുറൽ ബ്ലഷ് തോന്നാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെന്താ, യെസ്, എൻ്റെ ഹൈലൈറ്റർ. ഇത്
ഇതെനിക്ക് ബ്രാൻഡ് ഏതാണെന്ന് എനിക്കറിയില്ല. ഇത് ആക്ച്വലി നല്ല അത്ര വലിയ ഫേമസ് ബ്രാൻഡൊന്നുമല്ല. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഹൈലൈറ്ററാണിത്. കാരണം ഇത് ഒന്ന് തൊട്ടാൽ മതി, ജസ്റ്റ് ഒന്ന് അത് ബ്രഷിനൊന്ന് തൊട്ടിട്ടിട്ടാൽ മൊത്തം ആ ഒരു നല്ലൊരു ഷൈനിങ് കിട്ടും. അത് കഴിഞ്ഞിട്ട് എൻ്റെ സെഫോറ ലിപ്സ്റ്റിക് ഇൻ ദ ഷെയ്ഡ് 04. ഇതെൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ്. പക്ഷേ സീൻ എന്താ വെച്ചാൽ ഞാൻ ഇതിട്ടിട്ട് ക്യാമറയിൽ നോക്കുമ്പോൾ എനിക്ക് കളർ ഇഷ്ടമായില്ല. ആക്ച്വലി ഇത് യൂസ് ചെയ്തിട്ട് തീരാറായി ഓൾമോസ്റ്റ്. പക്ഷേ ക്യാമറയിൽ കണ്ടപ്പോൾ എനിക്കെന്തോ പെട്ടെന്നൊരു ഭയങ്കര ബ്രൈറ്റായി പോലെ തോന്നി. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് ഞാൻ വേറൊരു എൻ്റെ ഒരു ക്രിസ്റ്റ്യൻ ഡിയോറിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു, അത് ഞാൻ അപ്ലൈ ചെയ്തു. അതും റെഡ് ഷെയ്ഡാണ്. അത് ഞാൻ അപ്ലൈ ചെയ്ത് നോക്കി, അതും ഓവറായി തോന്നി എനിക്ക്. പിന്നെ കാരണം നാട്ടിലായതുകൊണ്ട് ടെമ്പിളിൽ പോകുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു അത്ര ബ്രൈറ്റ് ഷെയ്ഡ് ഇട്ടിട്ട് പോകാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിട്ടില്ല. നമ്മളെ നാടല്ലേ, അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സീനായതുകൊണ്ട് ഞാൻ അതും മായ്ച്ച് അവസാനം എന്താ വെച്ചാൽ ഒരു ന്യൂഡ് ബ്രൗൺ, ഇത് ആക്ച്വലി ഒരു ബ്രൗണിഷ് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ്. ഇത് മാക്കിൻ്റെ ഒരു ഷെയ്ഡ് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. മാക്കിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് നല്ലൊരു സാധനമാണ്. ഇതൊരു അത്യാവശ്യം എന്താ പറയുക ഒരു ഓക്കേഷ് സംഭവം കിട്ടി. പിന്നെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ്, ചെറുപ്പം തൊട്ടേ എൻ്റെ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ള ഈ മറ്റേ കളർ പൊട്ടുകൾ, അതിൽ നിന്ന് ഓരോ ഒക്കേഷനനുസരിച്ച് ഏതാ പൊട്ട് അത് ഇടുക. അതും ടെമ്പിൾ ലുക്കിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണല്ലോ. അത് കഴിഞ്ഞ് അടുത്തെന്താ, വാട്ട് നെക്സ്റ്റ്? ഇനി കണ്ണെഴുതണോ വേണ്ടിയോ എന്ന് എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ടെമ്പിൾ ലുക്ക് ആയതുകൊണ്ട് മാത്രം ആ ഒരു ട്രഡീഷണൽ എല്ലാം മൊത്തം നാടനായതുകൊണ്ട് ഞാൻ കണ്ണെഴുതി. പിന്നെ എൻ്റെ കയ്യിൽ സമയം അധികം ഇല്ലാത്തതുകൊണ്ട് കാരണം പെട്ടെന്ന് ഇറങ്ങണം നമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വിങ് വരക്കാനോ ഐലൈനർ എഴുതാനോ ഒന്നും സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൺമഷ കാജലെടുത്ത്. കാരണം ഐലൈനർ എടുക്കാൻ എനിക്ക് കുറേ സമയം വേണം വിങ് വരക്കാൻ. ബട്ട് ഇതെനിക്ക് ആക്ച്വലി ഈസിയാണ്. ജസ്റ്റ് ഒന്ന് മറ്റേ വാട്ടർ ലൈനിലൂടെ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്തിട്ട് വേണമെങ്കിൽ ആ ഒരു ടിപ്പ് രണ്ട് എൻഡും കൂടി ഒന്ന് മുട്ടിക്കാം. അത് മുട്ടിക്കുന്നത് ലൈക്ക് ആ ജോയിൻ ആക്കുന്ന ലൈൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ വേണമെങ്കിൽ ഒരു ചെറിയ വിങ് വരയ്ക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇത് ചെയ്യാം. ഇപ്പം ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്തത്. ഇത് ഞാൻ അധികം ഇങ്ങനെ ഓവർ ആക്കിയിട്ടില്ല. ജസ്റ്റ് ആ ഒരു ഏരിയ രണ്ടും ഒരു കീക്കോൻ്റെ കാജലാണ്. അതെൻ്റെ ഒരു ലോങ് ലാസ്റ്റിംഗ് കാജലാണ് കേട്ടോ. പിന്നെ ഇതിപ്പോൾ കെ ബ്യൂട്ടീൻ്റെ ഒരു ഷിമ്മറാണ്. ഇത് ആക്ച്വലി ഒരു പാർട്ടി ലുക്ക് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഹെവി മേക്കപ്പ് ഇടുമ്പോൾ മാത്രമേ ആവശ്യമുള്ളൂ. ജസ്റ്റ് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ എനിക്കെപ്പോഴും എൻ്റെ അടുത്ത് ഇട്ട് കഴിഞ്ഞിട്ട് ആൾക്കാർ ഫേക്ക് ലാഷസ് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കലുണ്ട്. ആ ചോദിക്കാനുള്ള മെയിൻ പ്രൊഡക്റ്റാണിത്, മാക്കിൻ്റെ മസ്കാര. ഇത് ആക്ച്വലി ഭയങ്കര അടിപൊളിയാണ്. ഇത് ഓൾമോസ്റ്റ് എനിക്ക് ഉപയോഗിച്ച് തീരാറായി. ഇത് ഇട്ടാൽ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ലാഷസ് വെച്ച പോലെ തന്നെ ആ ഒരു ഫീലാണ്. ഞാൻ ആക്ച്വലി ഒരു ലെയറേ ഇട്ടിട്ടുള്ളൂ. ബിക്കോസ് എൻ്റെ കയ്യിൽ ഈ പ്രൊഡക്റ്റ് എനിക്ക് തീർന്നാൽ പിന്നെ മേടിക്കണമല്ലോ എന്ന് ആലോചിച്ചത് ഞാൻ തീർക്കാണ്ട് വെച്ച സാധനമാണ്. അതുകൊണ്ട് ഇതൊറ്റ ലെയർ ഇട്ട്, ബട്ട് റിസൾട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനത് സൂം ചെയ്ത് ഞാൻ എടുത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ കണ്ണിൽ നിന്നും. കാരണം സിമ്പിളായിരുന്നു, ഒരു 5 മിനിറ്റ് പോലും ഇല്ലായിരുന്നു പരിപാടി. പക്ഷേ പെട്ടെന്ന് അടിപൊളി, എന്താ പറയുക, നല്ലൊരു നാച്ചുറൽ എനിക്കിഷ്ടമായി, അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇത്ര ഈസി ആയിട്ട് എനിക്ക് ഞാൻ ചെയ്തത് ഇഷ്ടപ്പെടാറില്ല. പിന്നെ ജസ്റ്റ് ആക്ച്വലി സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഞാൻ സെറ്റിംഗ് സ്പ്രേ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് നല്ല ചൂടുണ്ടായിരുന്നു ഇന്ന്, അതുകൊണ്ട് വേർക്കാൻ നല്ല ചാൻസ് ഉള്ളതുകൊണ്ട് സെറ്റിംഗ് സ്പ്രേ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്തു മുഖം. അതോടെ എൻ്റെ മേക്കപ്പ് തീർന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. തീർന്നില്ലേ, നോക്കട്ടെ. യെസ് പക്ഷേ അതിന് ഞാൻ മറന്നുപോയി. ഞാൻ മറ്റേ പെർഫ്യൂം ആക്ച്വലി നാട്ടിൽ ഞാൻ പെർഫ്യൂം അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് തലവേദന എടുക്കും അധികം പെർഫ്യൂം ഇട്ടാൽ. പക്ഷേ ഈ ചൂടിന് ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കുളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ എന്തായാലും നമ്മളൊരു പൊതു സ്ഥലത്തേക്ക് പോകുമ്പോൾ, പബ്ലിക്കിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം ഒരു ഗുഡ് സെൻറ്റ് എനിക്ക് മസ്റ്റാണ്. അതുകൊണ്ട് മാത്രം എന്താ പറയുക, ഒരു പെർഫ്യൂം ഇട്ട്. പിന്നെ സാധാരണ എന്താ പറയുക, നാടൻ കുട്ടിയായിട്ട് പോയി അതിന് നാടൻ ഹെയർ സ്റ്റൈലൊക്കെ എടുത്ത്. കാരണം രാവിലെ തന്നെ തല കുളിച്ചു, ഇല്ലെങ്കിൽ യൂഷ്വലി തലേന്നേ കുളിച്ച് സെറ്റ് ചെയ്യുന്നതായിരുന്നല്ലോ. ബട്ട് അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് എന്തായാലും രാവിലെ തല കുളിക്കണം. അതുകൊണ്ട് തലയൊക്കെ കുളിച്ച് മുടിയൊക്കെ ഉണക്കി അങ്ങനെ ഫൈനലി ഞാൻ റെഡിയാണ്. ഒരു കാര്യം കൂടി ബാക്കിയുണ്ടായിരുന്നു. എൻ്റെ കയ്യിലൊരു വൈറ്റ് ഐലൈനർ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ പച്ച പൊട്ടിന് ആ ഒരു വൈറ്റ് കൂടി വന്നാൽ എൻ്റെ ഡ്രസ്സിന് മാച്ച് ആവുമല്ലോ എന്ന് ഓർത്തപ്പോൾ ഞാൻ വിചാരിച്ച് എന്തേലുമൊക്കെ വരക്കാമെന്ന്. ഞാൻ വൈറ്റ് ഐലൈനർ യൂസ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. അപ്പോൾ ആ വൈറ്റ് ഐലൈനർ വെച്ച് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു പൊട്ട് വരച്ചു. അത് ആക്ച്വലി വെറുതെ ഇങ്ങനെ എന്താ പറയുക, ഒരു പെട്ടെന്ന് തോന്നിയതാണ് ഇങ്ങനെ ഒരു സാധനം കൂടി ഉണ്ടായാൽ, എന്നാൽ പിന്നെ അതും കൂടി ആവട്ടെ, എന്തിനാണ് കുറക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതും കൂടി ഇട്ടു. ഇപ്പോൾ ഞാൻ ഓൾ സെറ്റ്, റെഡി ടു ഗോ.
ഇനി കുറച്ച് നേരം കണ്ണാടിയുടെ മുമ്പിൽ കിടന്ന് ഫ്ലെക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. എത്ര സമയമില്ല വൈകിയെന്ന് പറഞ്ഞാലും നമുക്ക് ഒന്നുകൂടെ ആ കെട്ടിയ മുടി അയച്ച് കെട്ടുക. തല രാവിലെ കുളിച്ചതുകൊണ്ട് എനിക്കൊന്നും തിരിയുന്നില്ല, മൊത്തം മറ്റേ മുടി വേവി ഹെയർ ഉള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും, ഭയങ്കര പ്രശ്നമാണ് നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് ജസ്റ്റ് ഞാൻ എൻ്റെ ചിക്കൻ കാരി കുർത്ത, എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ചിക്കൻ കാരി, അമ്മ വാങ്ങി തന്നെയാണ്. അപ്പോൾ അതും എടുത്ത് കണ്ണാടി മുമ്പിൽ നിന്ന് വെറുതെ ഷോ കാണിക്കുന്നുണ്ട്. യെസ്, ഇതെൻ്റെ ഫോണിൻ്റെ പോർട്രേറ്റ് മോഡിലെടുത്തതാണ് കേട്ടോ. അത് ഓൾറെഡി അതിനെന്തോ ഫിൽറ്റർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ആ ഫിൽറ്റർ ഇട്ട് വെച്ച് നോക്കുമ്പോൾ ഇതെൻ്റെ ഡ്രസ്സിൻ്റെ കളറേ അല്ല. ആൻഡ് ബാക്ക് ടു മൈ ഫ്രണ്ട് ക്യാം. കുറച്ച് നേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അമ്മ അതിൽ കൂടെ മറ്റേ പോകാൻ വൈകി എന്ന് പറയുന്ന അമ്മേനെ ഞാൻ പിടിച്ച് വലിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞില്ലേ, ഇത് കുറേ സമയമല്ലോ എന്ന് എനിക്ക് തന്നെ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഞാൻ എന്തൊക്കെയോ കുറേ നേരം കാട്ടിക്കൂട്ടുന്ന പോലെ തോന്നി. ഏകദേശം ഒരു രാവിലെ പോകേണ്ട ഞാൻ ഒരു 1 hour ലേറ്റായി. അങ്ങനെ ലേറ്റായ അമ്മേനെ ഞാൻ കൊണ്ടുവന്ന് അമ്മേനെയും കൊണ്ട് അമ്മക്ക് വയ്യാണ്ടിരിക്കുമായിരുന്നു. അമ്മ പനി പിടിച്ച് ഇന്നലെ മൊത്തം നല്ല ചൂടല്ലായിരുന്നു. ഇന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയതാണ്. അപ്പോൾ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ പനി ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ ഇതിനേക്കാളും ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അമ്മക്കും മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അമ്മേനെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അമ്മക്ക് ഞാൻ നല്ലപോലെ മേക്കപ്പ് ഇട്ട് കൊടുക്കുന്ന ഒരു മകളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കാൻ. ഞാൻ ഐ ലവ് ദിസ്. അങ്ങനെ ഫൈനലി നമ്മൾ അമ്പലത്തിലെത്തി. അമ്പലത്തിൽ പ്രാർത്ഥിച്ചു, അവിടെ നിന്ന് തന്നെ ഭക്ഷണമെല്ലാം കഴിച്ചു, പായസം ലഡു ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. ബിക്കോസ് ശിവരാത്രി എനിക്ക് കുറേ കാലമായി എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ ആഗ്രഹം കംഫർട്ട് സോണിന് പുറത്ത് വന്നു. ഞാൻ വീഡിയോ എടുത്തു. അങ്ങനെ ശിവരാത്രിയുടെ അന്ന് തന്നെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിലേക്ക് കാണാം. ടാറ്റാ.